വിശാലമായ MG റോഡ്. ഇതിലും വിശാലായിരുന്നു ഈ മെട്രോ ചെറുതായത്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ബാംഗ്ലൂരിലെ MG റോഡിലൂടെയാണ് കേട്ടോ. അപ്പോൾ നാട്ടിലേക്കുള്ള യാത്രയാണ്. സമയം ഒരു 6:30 മണിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മാത്രമാണ് ഈ സമയത്തൊക്കെ വന്നാലാണ് MG റോഡ് ഇങ്ങനെയെങ്കിലും ഒന്ന് കാണാൻ കഴിയുന്നത് കേട്ടോ. അല്ലാത്ത സമയത്ത് ഫുൾ ടൈം ഹെവി ബ്ലോക്കും ട്രാഫിക്കും സിഗ്നലൊക്കെ കിടക്കുകയാണ് പതിവ് കേട്ടോ. ബാംഗ്ലൂരിലെ MG റോഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ഐക്കോണിക് കൊമേഴ്ഷ്യൽ ഹബ്ബാണ് കേട്ടോ. ഷോപ്പിങ്ങിനായാലും അതുപോലെ തന്നെ വലിയ വലിയ ഡൈനിങ് റെസ്റ്റോറൻറ്റ്സ്, നൈറ്റ് ലൈഫ്, പിന്നെ ഹാൻഡ് ക്രാഫ്റ്റ് സ്റ്റോറുകളുണ്ടല്ലോ. അങ്ങനെ ഭയങ്കരമായിട്ടൊരു എക്സ്പോഷറാണ് കേട്ടോ നമുക്ക് ഇവിടെ വന്നാൽ. പ്രത്യേകിച്ച് നൈറ്റ് ലൈഫാണ് ഇവിടെ വന്നാലായിട്ട് കാണാൻ പറ്റുന്നത് കേട്ടോ. ഫേമസ് ആയിട്ടുള്ള ലക്ഷറി ബ്രാൻഡുകളുള്ള 2 വലിയ മാളുണ്ട് കേട്ടോ ഇവിടെ. 1MG മാളുണ്ട്, അതുപോലെ ഗരുഡ മാളുണ്ട് കേട്ടോ. ഈ ട്രാഫിക് സിഗ്നൽ കഴിഞ്ഞാൽ നമ്മൾ റൈറ്റിലോട്ട് തിരിയുന്നതാണ് ബ്രിഗേഡ് റോഡ് കേട്ടോ. ബ്രിഗേഡ് റോഡ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഈ പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയാം. നമ്മൾ ക്രിസ്മസ് കഴിഞ്ഞാൽ ന്യൂ ഇയർ ആഘോഷിക്കാൻ പലരും ബാംഗ്ലൂർ വരുന്നത് ദേ ഇവിടേക്കാണ് കേട്ടോ, ബ്രിഗേഡ് റോഡിലേക്ക്. ഈ ബ്രിഗേഡ് റോഡ് എന്ന് പറയുന്നത് ഒരു പാക്കാണ് കേട്ടോ. അതായത് വലിയ വലിയ പബ്ബുകൾ, ഗ്ലോബൽ ബ്രാൻഡിൻ്റെ ഷോറൂമുകൾ, റെസ്റ്റോറൻറ്റുകൾ, അതിൽ ഷോപ്പിംഗ്, അങ്ങനെയെന്ന് പറഞ്ഞാൽ ഒരു ലക്ഷറി ലൈഫാണ് ഇവിടെ വന്നാൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നത്. പക്ഷേ പണ്ടത്തെ അത്ര ആ ഒരു കാണാനുള്ള ഇൻട്രസ്റ്റ് ഒന്നും ഇപ്പം ഇല്ല കേട്ടോ. കാരണം ബാംഗ്ലൂർ ഇപ്പോൾ എല്ലായിടത്തും ഇതേപോലെയുള്ള ലക്ഷറി കാര്യങ്ങളും ഷോറൂമുകളും ഒക്കെ ഇപ്പോൾ ഭയങ്കരമായിട്ട് ഫെമിലിയറാണ്. ഒരു 80% 70% പണ്ടത്തെ പോലൊക്കെ തന്നെയാണ് കേട്ടോ ഈ ബ്രിഗേഡ് റോഡ്. വലിയ മാറ്റങ്ങളൊന്നും എനിക്ക് കാണാൻ തോന്നുന്നില്ല. സെയിം ഷോപ്പുകളൊക്കെയാണ്, കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്നല്ലാതെ. 11 വർഷമായി ഞാനിവിടെ വന്നിട്ട് ഇതുവരെയും നൈറ്റ് ലൈഫ് എനിക്ക് ബ്രിഗേഡ് റോഡിൽ വന്നിട്ട് ആസ്വദിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. കുറേ അധികം ഇങ്ങനെ പകലൊക്കെ പോയിട്ടുണ്ടെന്നല്ലാതെ ആ ഒരു ഭാഗ്യം എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല കേട്ടോ.